ഏത് സമയത്താണ് ഞാൻ എന്തെങ്കിലും ദുആ ചെയ്യുന്നത് നിർത്തേണ്ടത്? ഞാൻ എന്തെങ്കിലും തെറ്റിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു. ഏത് സമയത്താണ് ഞാൻ അള്ളാഹുവിൽ നിന്ന് സൂചന എടുത്ത് പറയുന്നത്? എന്താണെന്നറിയാമോ? ഒരുപക്ഷെ ഞാൻ ഒരേ കാര്യത്തിനായി വീണ്ടും 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 ദുആ ചെയ്യരുതെന്ന്. ഒന്നാമത്, ഇല്ല എന്നതും ഒരു ഉത്തരമാണ്. അതിനാൽ അള്ളാഹു ഇല്ല എന്നാണ് ഉത്തരം നൽകിയതെങ്കിൽ അള്ളാഹു എനിക്ക് ഉത്തരം നൽകിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇല്ല എന്നതും ഒരു ഉത്തരമാണ്. അള്ളാഹു പറയുന്നു, വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ആ വിളി കേട്ട് ഞാൻ ഉത്തരം നൽകുന്നു. وَإِذَا سَأَلَكَ عِبَادِي أَنِّي وَإِنِّي قَرِيبٌ نُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ وَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُم يَرْشُدُونَ. അപ്പോൾ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതും ഒരു ഉത്തരമാണ്. അതിനാൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ഉത്തരമില്ലാതെ ഇരിക്കുക. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. രണ്ടാമത്, അള്ളാഹു ഒരു വ്യവസ്ഥ വയ്ക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉത്തരം നൽകണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനും ഉത്തരം നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് അള്ളാഹുമായുള്ള ബന്ധം, എനിക്കൊരു കാര്യം നടക്കേണ്ടതുണ്ട്, അതിനാൽ ഞാൻ അള്ളാഹുവിനെ വിളിക്കട്ടെ എന്ന രീതിയിലാവരുത്. നിങ്ങൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം അതിനും കൂടുതലായിരിക്കണം. അക്കാര്യത്തിൽ അടുത്തത്, ഒരു ദുആക്ക് ഉത്തരം നൽകുന്നതിൽ നിന്ന് അന്തർലീനമായി തടയുന്ന കാര്യങ്ങളുണ്ട്. അതാണ് പാപങ്ങൾ. ഒരു ദുആക്ക് ഉത്തരം നൽകുന്നത് പാപങ്ങൾക്ക് തടയാൻ കഴിയും. അടുത്തത്, അവസാനത്തെ അടിത്തറയായി പറയുന്നത് കാലതാമസത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചയിലേക്കാണ്. മനുഷ്യരെന്ന നിലയിൽ നമ്മൾ വളരെ തിടുക്കമുള്ളവരാണ്. തിടുക്കം എന്നത് ഒരു ആപേക്ഷിക പദമാണ്. അജിൽ എന്താണെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചു വരുന്നത്. മന്ദഗതിയിലുള്ളതും വേഗമേറിയതും ആളുകളുടെ സന്ദർഭത്തിനനുസരിച്ചുള്ള വേഗതയെ ആശ്രയിച്ചിരിക്കുന്നു. എന്താണിത് അർത്ഥമാക്കുന്നത്? നിങ്ങളിൽ ആർക്കൊക്കെ ഡയലപ്പ് ഇൻ്റർനെറ്റ് ഓർമ്മയുണ്ട്? ഡയലപ്പ് ഇൻ്റർനെറ്റ്, ALO 1.0, 2.0, 3.0, 4.0. തമാശയുള്ള ശബ്ദം, ചെറിയ തമാശയായി തുടങ്ങി. അത് കുറച്ച് വേഗത്തിൽ ലോഗിൻ ചെയ്യാൻ തുടങ്ങി. എർത്ത് ലിങ്കുകൾക്കിടയിൽ അത് മാറുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഡയലപ്പ് ഇൻ്റർനെറ്റ് അത് വേഗത്തിലായിരുന്നു. നമ്മൾ വേഗതയെ കണക്കാക്കിയിരുന്നത് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് എത്ര വേഗത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വേഗതയിൽ എത്തിക്കാമെന്നതാണ്. പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല വേഗതയിലാവും. അപ്പോൾ നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നു, എത്ര വേഗത്തിലാണെന്നറിയാം. അതിനാൽ വേഗത മാറുന്നു. ഒപ്പം നമ്മുടെ മൊത്തത്തിലുള്ള ശ്രദ്ധക്കുറവും ദുആയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷയിൽ കലാശിക്കുന്നു. ഖുലിഖൽ ഇൻസാന മിൻ അജ്ൽ. അപ്പോൾ മനുഷ്യൻ ധൃതിപ്പെട്ട പ്രകൃതത്തോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് പല കാര്യങ്ങൾ കൊണ്ട് 21-ാം നൂറ്റാണ്ടിനെ നിർവചിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിർവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് തിടുക്കം എന്നത്. മനുഷ്യരാശിയുടെ മറ്റേത് വിഭാഗത്തേക്കാളും ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഭാഗമാണ് നമ്മളുടേത്. നമ്മളിപ്പോൾ തിടുക്കമുള്ളവരാണ്. കാരണം നമുക്കിപ്പോൾ എല്ലാം പെട്ടെന്ന് സാധിച്ചു കിട്ടും. തിടുക്കം മൂലം അക്ഷമയും മടിയുമെല്ലാം വരുന്നു. ഇത് രണ്ടും ആത്മീയതയ്ക്ക് ഹാനികരമാണ്. നിങ്ങൾക്കിപ്പോൾ അലക്സയുണ്ട്. അവൾ നിങ്ങളുടെ ഭാര്യയല്ല. അവൾ ഒരു തരം വിചിത്രമാണ്. കാരണം നിങ്ങളുടെ മുറിയിൽ ഒരു റോബോട്ട് ഉണ്ടായിരിക്കുക എന്നത് വിചിത്രമായൊരു കാര്യമാണ്. അലക്സ, ലൈറ്റ് ഓഫ് ആകൂ. നിങ്ങൾ കമാൻഡുകൾ നൽകുന്നു, അത് നടക്കുന്നു. സ്വയം എണീറ്റ് ഒരു കാര്യം ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല. എല്ലാം ഒരു സംസാരത്തിലൂടെ മാത്രം. അപ്പോൾ അജിലിനോടൊപ്പം അക്ഷമയും മടിയും കടന്നു വരുന്നു. ദുആയുടെ സമവാക്യത്തിനുള്ളിൽ സ്വയം കണ്ടെത്തിവരുന്ന രണ്ട് കാര്യങ്ങളാണിത്. അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരാമർശിക്കുന്നു. ആദ്യമായി, അള്ളാഹുവിൻ്റെ അടുക്കൽ തിടുക്കം കാണിക്കരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അക്ഷമ കാണിക്കരുത്. രണ്ടാമത്, നിങ്ങളുടേതായ ഒരു നിർവഹണം ഉണ്ടാവണം. നിങ്ങളുടെ ജോലി ചെയ്യണം. അപ്പോൾ അവ രണ്ടും പ്രവേശനക്ഷമതയും ആപേക്ഷിക എളുപ്പവും വഴി ഇല്ലാതാകുന്നു. ജീവിതത്തിൽ മറ്റെല്ലാം ചെയ്യാനുള്ള സൗകര്യവും ആപേക്ഷിക എളുപ്പവും. ഇതിങ്ങനെ പറയാം. നിങ്ങളുടെ ദുആയിലുള്ള ഡയലപ്പ് ബന്ധം ഫൈബറിലേക്കൊക്കെ നവീകരിക്കാം. സ്വന്തം ആത്മീയതയിൽ ശരിയായ ചാട്ടം നടത്താതെ അത് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ ഒരു ലക്ഷ്യമാക്കി മാറ്റുക. സ്വയം വേഗത്തിലാക്കാൻ പഠിക്കുക. ഭാവിയിൽ നിങ്ങൾ ഫലം കാണേണ്ടതില്ലാത്ത കാര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ പിന്നീട് ഫലം